ഹലോ കൂട്ടുകാരെ, ഞാൻ കുഞ്ഞൻ. എന്റെ കഥാലോകത്തേക്ക് സ്വാഗതം. കഥകൾ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്റെ കൂട്ടുകൂടണേ. നമുക്കിനി കഥ കേട്ടാലോ? പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ രാമു എന്നു പേരുള്ള ഒരു പാവപ്പെട്ട കൃഷിക്കാരനുണ്ടായിരുന്നു. രാമുവിന് കൃഷിയിൽ നിന്ന് അധികം വരുമാനമൊന്നും ലഭിക്കാറില്ലായിരുന്നു. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് അവനും ഭാര്യയും ജീവിച്ചിരുന്നത്. ഒരിക്കൽ ചന്തയിൽ പോയി തിരിച്ചു വരുന്ന വഴിയരികിൽ ഒരു ചെറിയ അനക്കം കണ്ടു. അവൻ ചെന്നു നോക്കുമ്പോൾ ഒരു താറാവ് കുഞ്ഞിനെ കണ്ടു. കാണാൻ നല്ല സുന്ദരനായിരുന്ന ആ താറാവ് കുഞ്ഞിനെ എടുത്ത് അവൻ വീട്ടിലേക്ക് പോയി. രാമുവിന്റെ കൃഷിയിടത്തിൽ ഓടിക്കളിച്ച് ആ കുഞ്ഞൻ താറാവ് വളർന്നു വലുതായി. രാമു താറാവിന് കിടക്കാൻ മനോഹരമായൊരു കൂടെല്ലാം പണിതു കൊടുത്തിരുന്നു. ഒരിക്കൽ രാവിലെ താറാവിനെ തുറന്നുവിടാൻ ചെന്ന രാമുവിന്റെ മുഖം അത്ഭുതം കൊണ്ട് വിടർന്നു. തന്റെ താറാവ് ഒരു മുട്ടയിട്ടിരിക്കുന്നു. അതിന് സ്വർണത്തിന്റെ നിറമായിരുന്നു. അവൻ അതും എടുത്തുകൊണ്ട് അടുക്കളയിൽ ഭക്ഷണമുണ്ടാക്കിക്കൊണ്ടിരുന്ന ഭാര്യയുടെ അടുത്തെത്തി കാണിച്ചു കൊടുത്തു. മുട്ട കയ്യിൽ വാങ്ങി പരിശോധിച്ച ഭാര്യ പറഞ്ഞു, "ഇത് സാധാരണ മുട്ടയല്ല. ഇതിന് സാധാരണയിലും കൂടുതൽ ഭാരമുണ്ടല്ലോ." അവർ അത് പൊട്ടിക്കാൻ നോക്കിയെങ്കിലും നല്ല ബലമുണ്ടായിരുന്നു അതിന്. "ഇതിന് സ്വർണത്തിന്റെ നിറമല്ലേ? ഇനി ശരിക്കും ഇത് സ്വർണമാകുമോ?" രാമു സംശയം പ്രകടിപ്പിച്ചു. അവൻ ആ മുട്ടയും എടുത്ത് ഗ്രാമത്തിലെ തന്റെ കൂട്ടുകാരനായ സ്വർണപ്പണിക്കാരന്റെ അടുത്തെത്തി പരിശോധിച്ചു. "രാമു, ഇത് യഥാർത്ഥ സ്വർണം തന്നെ. നിനക്കിത് എവിടുന്ന് കിട്ടി? ഞാനിത് വിലക്കെടുത്തോളാം." രാമുവിന് സന്തോഷമായി. അവനത് കൂട്ടുകാരന് വിറ്റു പണവുമായി ചന്തയിൽ പോയി വീട്ടിലേക്ക് കുറേ സാധനങ്ങൾ വാങ്ങി വീട്ടിലെത്തി. പിറ്റേന്ന് രാവിലെ കൂട് തുറന്നപ്പോൾ വീണ്ടും ഒരു മുട്ട. സ്വർണത്തിന്റെ തന്നെ. പിറ്റേന്നും ഇത് തന്നെ സംഭവിച്ചു. തങ്ങളുടെ കഷ്ടപ്പാട് കണ്ട ദൈവം തങ്ങളെ അനുഗ്രഹിച്ചതാണെന്ന് രാമുവും ഭാര്യയും വിശ്വസിച്ചു. അവൻ എന്നും കിട്ടുന്ന മുട്ട കൊണ്ടുപോയി കൂട്ടുകാരന് വിറ്റ് ആ പണം കൊണ്ട് സുഖമായി ജീവിച്ചു. തങ്ങളുടെ ഭാഗ്യത്തിന് കാരണമായി താറാവിന് വലിയ ഒരു കൂടും സൗകര്യങ്ങളും രാമു ഉണ്ടാക്കിക്കൊടുത്തു. അങ്ങനെ ഒരിക്കൽ സ്വർണപ്പണിക്കാരനായ കൂട്ടുകാരൻ രാമുവിനോട് ചോദിച്ചു, "രാമു, നീ എന്നും ഇങ്ങനെ ഓരോ മുട്ടയായി കൊണ്ടുവരാതെ വീട്ടിലുള്ളത് മുഴുവൻ ഒരുമിച്ച് കൊണ്ടുവാ. ഒറ്റയടിക്ക് നിനക്ക് വലിയ പണക്കാരനാകാമല്ലോ." എല്ലാ ദിവസവും താറാവ് ഓരോ മുട്ടയാണ് തരൂ എന്ന് പറഞ്ഞാൽ ഇയാൾ വിശ്വസിക്കില്ലെന്ന് രാമുവിനറിയാം. അവനൊന്നും മിണ്ടാതെ വീട്ടിലെത്തി. അന്ന് മുഴുവൻ രാമു ആലോചനയിലായിരുന്നു. അത് കണ്ട ഭാര്യ കാര്യമന്വേഷിച്ചു. രാമു പറഞ്ഞു, "എന്നും സ്വർണ്ണമുട്ട തരുന്ന താറാവിന്റെ വയർ നിറയെ സ്വർണമായിരിക്കില്ലേ? അത് മുഴുവൻ എടുത്തു വിറ്റാൽ നമുക്ക് വലിയ പണക്കാരായി മാറാം." ഇത് കേട്ട ബുദ്ധിമതിയായ ഭാര്യ രാമുവിനെ ഉപദേശിച്ചു, "കയ്യിൽ വന്ന സൗഭാഗ്യം തട്ടിക്കളയരുത്. മുഴുവൻ സ്വർണം എടുക്കാൻ വേണ്ടി അവനെ കൊന്നാൽ എന്നും കിട്ടുന്നത് പോലും ഉണ്ടാകില്ല." എന്നാൽ രാമുവിന്റെ ഉള്ളിലെ അത്യാഗ്രഹി അതൊന്നും കേട്ടില്ല. അവൻ പിറ്റേന്ന് രാവിലെ താറാവിന്റെ കൂട്ടിൽ ചെന്ന് അന്നവനിട്ട മുട്ടയെടുത്ത് മാറ്റി താറാവിനെ പിടിച്ച് വയർ കീറി പരിശോധിച്ചു. പാവം താറാവ് മരിച്ചു. എത്ര നോക്കിയിട്ടും ഒരു തരി സ്വർണം പോലും താറാവിന്റെ വയറിൽ നിന്ന് കണ്ടെത്താൻ രാമുവിന് കഴിഞ്ഞില്ല. "ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഇനി നമ്മൾ എന്തു ചെയ്യും?" ഭാര്യ ചോദിച്ചു. തനിക്ക് പറ്റിയ അമ്മളി മനസ്സിലായ രാമു തലയ്ക്ക് കൈയും കൊടുത്തിരുന്നു. താറാവിനെ കൊല്ലാതിരുന്നെങ്കിൽ എന്നും ഓരോ സ്വർണ്ണമുട്ട വെച്ച് കിട്ടി അവർക്ക് സുഖമായി ജീവിക്കാമായിരുന്നു. അങ്ങനെ കുറച്ചു നാളുകൾ കൊണ്ട് കയ്യിലുണ്ടായിരുന്ന പണം മൊത്തം തീർന്നപ്പോ രാമു വീണ്ടും ദരിദ്രനായി മാറി. അത്യാഗ്രഹം വരുത്തിവെച്ച ആപത്ത് കണ്ടില്ലേ കൂട്ടുകാരെ? നിങ്ങളൊരിക്കലും ഇങ്ങനെ അത്യാഗ്രഹികളാകരുത് കേട്ടോ. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.